ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു എൻ്റെ ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു മനസ്സിൽ തോന്നുന്ന ജോമെട്രിക്കൽ ചാർട്ടാണ്. അത് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ ഒരു ചാർട്ടാണ്. അപ്പം നേരെ വീട്ടിൽ കിടന്നാലോ. ഈ ഒരു A4 ഷീറ്റിലാണ് ഞാൻ ചാർട്ട് വരയ്ക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് കോമ്പസ് ഉപയോഗിച്ച് ഞാനിപ്പോൾ ഒരു അളവ് വരും. ആ അളവിൽ 3D സർക്കിൾ വരയ്ക്കണം. ഞാൻ 6.5 സെൻറ്റിമീറ്റർ ഞാൻ റേഡിയസ് എടുത്തിട്ടുള്ളത്. അതോ നമുക്കിവിടെ ഒരു സർക്കിൾ വരയ്ക്കാം. അപ്പം ഞാനിവിടെ സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ ക്യാമറയും കൈ പിടിച്ചിട്ട് വരയ്ക്കാൻ കഴിയാത്തതിനും കൂടാണ് ഞാൻ കട്ട് ചെയ്ത് വരച്ചിട്ടുള്ളത്. പിന്നീട് ഈ സർക്കിള് കുറച്ച് ലൈറ്റായിട്ട് വരച്ചാൽ നമുക്കിത് എല്ലാം കഴിഞ്ഞ് മാച്ചുകളുണ്ടാണ്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് റേഡിയസ് അടയാളപ്പെടുത്തുന്ന സർക്കിൾ ഇവിടെ ഞാൻ റേഡിയസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് 72 ഡിഗ്രി ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകണം. അതായത് ഇവിടെ 72, പിന്നെ 72, അതായത് ഇവിടെ 5 ഈക്വൽ പാർട്സ് ഒക്കെ നമുക്ക് കിട്ടണം. മാർക്ക് ചെയ്യുക മാത്രമല്ല, ഇങ്ങനെ വരക്കുകയും ചെയ്യണം ഒരു ആംഗിൾ പോലെ. ഇനി ഇവിടെയും പിന്നെ 72 വരക്കണം, 72, അങ്ങനെ 5 ഈക്വൽ പാർട്സ് ആക്കണം. ഞാനിവിടെ 5 ഈക്വൽ പാർട്സ് ഒക്കെ ഉണ്ട്. ഓരോന്ന് 72 ഡിഗ്രി ആണുള്ളത്. ഇനി നമുക്ക് ഈ ഓരോ പോയിന്റ്സും ഒരു പെൻഡഗൺ കിട്ടുന്ന രീതിയിൽ ഓരോ പോയിന്റ്സും യോജിക്കണം. അതായത് നമ്മൾ ഇങ്ങനെ ഓരോ പോയിന്റിൽ ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് പെൻസിൽ കൊണ്ട് യോജിച്ചെടുക്കണം. ഞാൻ പറയാം, അങ്ങനെ ഓരോ എല്ലാ പോയിന്റ്സും യോജിച്ചെടുക്കണം. അപ്പം നമുക്കൊരു പെൻഡഗൺ രൂപം കിട്ടും. അപ്പം നമ്മൾ എല്ലാ ലൈനിലും യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്കിങ്ങനെ ഇവിടെ 1 2 3 4 5 ഈക്വൽ പാർട്സ് ആയി കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ചെറിയ പണിയൊക്കെ പറഞ്ഞു. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ ഈ ട്രയാങ്കിളിൻ്റെ ഏകദേശം ഒരു മിഡിൽ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ജസ്റ്റ് പറയുന്നതാണ്. ഇവിടെ ഒരു ഏകദേശം ഒരു മിഡിൽ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് ഇതിൻ്റെ ഹൈറ്റ് ഈ അടിയിൽ നിന്ന് ഈ മേലേക്കുള്ള പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ നോക്കുക. അത് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ സർക്കിൾ വരയ്ക്കേണ്ടത്. ഞാനിപ്പോൾ അതാണ് 6.5 വരച്ചപ്പോൾ ഇവിടെ 5.2 കിട്ടിയത്. അത് 5.2 എന്ന് വെച്ചാൽ അതിൻ്റെ 5ൻ്റെ പകുതി 2.5 വരും. പിന്നെ ഒരു 1 കൂടെ വരും. അപ്പം 2.6 ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യണം. എന്നിട്ട് കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് പറയാം. ഇപ്പം ഞാനിവിടെ മേലെ നിന്ന് 2.6 മേലെ നിന്നാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് വരയ്ക്കുന്നത് മനസ്സിൽ വന്നതാണ്. മേലെ നിന്ന് മാർക്ക് ചെയ്തിട്ടാണോ താഴെ നിന്ന് മാർക്ക് ചെയ്തിട്ടാണോ റെഡിയാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ മേലെ നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ മേലത്തെ പോയിന്റും ഈ 2.6 മാർക്ക് ചെയ്ത പോയിന്റും ഇങ്ങനെ യോജിപ്പിക്കണം. അതുപോലെ ഈ പോയിന്റും ആ പോയിന്റും യോജിപ്പിക്കണം. അതേപോലെ തന്നെ ഇതും യോജിപ്പിക്കണം. ഇങ്ങനെ 3 കോർണറിലേക്ക് ആ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ യോജിപ്പിച്ചാൽ നമുക്ക് ഇവിടെ ഒരു 3 ഈക്വൽ പാർട്സ്, ഈക്വലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, 3 പാർട്സ് കിട്ടും. എന്നിട്ട് അതുപോലെ നമ്മൾ ഈ ഓരോ 5 ട്രയാങ്കിൾസിലും നമ്മൾ ചെയ്യണം. സോറി, ഞാൻ പറഞ്ഞ മാറിപ്പോയതാണ്. മോളിൽ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വരിക. നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്, കുറച്ചും കൂടെ ഇവിടെ നമ്മൾ താഴെ 2 പോയിന്റ് നമ്മൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഇതാക്കി എടുക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഒന്ന് നോക്കിയെടുക്കുക. മാറിപ്പോയിട്ടുണ്ടെങ്കിൽ സോറി. മേലെ നിന്ന് ഇങ്ങനെ ഇവിടെ 0 വെച്ചിട്ട് 2.6 സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ് നമ്മളിങ്ങനെ വരയ്ക്കേണ്ടത്. അതേപോലെ നമ്മൾ എല്ലാ ഭാഗത്തും വരച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ കുറച്ച് പകുതി വരച്ചിട്ടുണ്ട്. എന്നോട് കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ വരക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇവിടുന്ന് 2.6 ഡിഗ്രി വരക്കുമ്പോൾ ഇങ്ങനെയും വരക്കാം അങ്ങനെയും വരക്കാം ഒക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ഇതിൻ്റെ താഴെയുള്ള ലെങ്ത്തിൻ്റെ ഹാഫ് കണ്ടുപിടിക്കുക. എന്നിട്ട് അവിടെ നിന്ന് 90 ഡിഗ്രി വെച്ചിട്ട് ഒരു ലൈൻ വരക്കുക മേലത്തെ ഈ കോണിലേക്ക്. എന്നിട്ട് ആ ലൈനിലാണ് നമ്മൾ മേലെ നിന്ന് 2.6 ഡിഗ്രി അടയാളപ്പെടുത്തുന്നത്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഒരു പെൻഡഗണിലുള്ള ഒരു സ്റ്റാർ നമ്മളത് വെച്ചപ്പോൾ സ്റ്റാർ പോലെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഇവിടെ ആദ്യം ഒരു സർക്കിൾ വരച്ച് എന്നിട്ട് അതിൻ്റെ 72 ഡിഗ്രി റേഡിയസ് വരച്ച് 72 ഡിഗ്രി വെച്ചിട്ട് 5 ഈക്വൽ പാർട്സ് ആക്കി മാറ്റി. എന്നിട്ട് അത് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഒരു പെൻഡഗൺ ആക്കി മാറ്റി. എന്നിട്ട് അതിൻ്റെ ഈ ലെങ്ത് ഞാൻ കാണിച്ചിട്ടില്ല, ശേഷമാണ് പറഞ്ഞത്. ഈ ലെങ്ത്ത് ഹാഫ് എടുക്കുക. ഇതിൻ്റെ അടിയത്തെ ഈ ലെങ്ത്തിൻ്റെ ഹാഫ് എടുക്കുക.
എന്നിട്ട് 90 ഡിഗ്രി കോൺ വെച്ചിട്ട് നേരെ ആ പോയിന്റിലേക്ക് ഒരു ലൈൻ ഇറക്കുക ലൈറ്റായിട്ട്. എന്നിട്ട് ആ ലൈനിൻ്റെ മേലെ വെച്ചിട്ട് 0 വെച്ചിട്ട് ഇവിടെ 2.6 ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുക. അങ്ങനെ ഓരോ ട്രയാങ്കിളിനും ചെയ്യണം. അപ്പോൾ നമുക്ക് 3 പാർട്സ് കിട്ടും. ഈക്വൽ പാർട്സ് അല്ല, 3 പാർട്സ് കിട്ടും. എന്നിട്ട് നമ്മൾ ആ പാർട്സ് ഇങ്ങനെ ഈക്വൽ പാർട്സ് ആക്കുമ്പം നമുക്കിവിടെ ഒരു സ്റ്റാർ വന്നതുപോലെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ചെയ്യാൻ ഉള്ളത് ഇവിടെ ഓരോ പോയിന്റ്സ് കണ്ടില്ലേ, ഈ 2 ലൈൻ പോയിന്റ്സ് ഈ പോയിന്റ്, ഈ എല്ലാ പോയിന്റ്സും നമുക്കൊന്ന് കൂട്ടി വച്ചിരിക്കണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു പോയിന്റ് ഇങ്ങനെ യോജിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും നമ്മൾ യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു പെൻഡഗൺ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഉണ്ടാവും ഒരു വലിയ ട്രയാങ്കിൾ കാണാം, മറ്റൊരു വലിയ ട്രയാങ്കിൾ കാണാം, മറ്റൊന്നും കാണാം, ഇവിടെയും കാണാം. അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്, അത് നോക്കണ്ട. അപ്പോൾ ആ ട്രയാങ്കിളിനെ 1 2 3 4 5 നേരത്തെ ചുറ്റുമുള്ളതുപോലെ തന്നെ ഇവിടെയും 5 ട്രയാങ്കിൾസ് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അതിന് സെൻറ്ററിൽ കൂടെ വര ഉണ്ടാകും. ആ വരയിൽ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയതുപോലെ ഏകദേശം ഇത് നമ്മൾ ഇതിൻ്റെ ഹാഫ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഒരു സെൻറ്റർ അടയാളപ്പെടുത്തുക. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒന്ന് അടയാളപ്പെടുത്തിയാൽ മതി. നോക്കൂ, ഞാനിവിടെ മേലെ നിന്ന് ഈ ലൈൻ്റെ ചെറിയ ലൈനിൻ്റെ മേലെ നിന്ന് 1.2 ഡിഗ്രി സെൻറ്റിമീറ്ററാണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ എല്ലായിടത്തും 1.2 അടയാളപ്പെടുത്തിയിട്ട് നമ്മളതെല്ലാം യോജിച്ചാൽ പിന്നെ 1.2 അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഇവിടെ ചെയ്തതുപോലെ ഇവിടെ നമ്മളിങ്ങനെ ഈ സെൻറ്ററിന് യോജിപ്പിച്ചിട്ടില്ലേ, അതുപോലെ ഇവിടുന്ന് പിന്നെ യോജിപ്പിക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ അതും കൂടെ ഇവിടെ ഉള്ളിൽ മറ്റൊരു സ്റ്റാറും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം നേരത്തെ അതേപോലെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഈ പോയിന്റ്സൊക്കെ യോജിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു പെൻഡഗണും കൂടെ വരച്ചാൽ നമ്മുടെ ഇൻസൈഡ് പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി പുറത്തത്തെ ഈ പെൻഡഗൺ തന്നെയാണ് പരിപാടികൾ വരുന്നത്. അപ്പം ഗൈസ് ഇവിടെ ഒരു പെൻഡഗൺ വരച്ചതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ ഉള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി ഈ വലിയ പെൻഡഗണിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെയുള്ള പരിപാടികളാണ്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ലൈന്. ഈ പോയിന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ആ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അറ്റം, അതാണ് ഞാൻ ഇന്നൊരു ലൈന് വരക്കണം എന്ന് പറഞ്ഞത്. വെറുതെ ജസ്റ്റ് ഒന്നെടുത്ത് മാർക്ക് ചെയ്യലല്ല. അപ്പോൾ അതിൻ്റെ അറ്റം ഇവിടെ ഒരു അറ്റം ഉണ്ട്. ഞാൻ ലൈറ്റ് ചെയ്ത് വരച്ചിട്ട് കാണാൻ എനിക്കറിയില്ല. ഈ അറ്റം ഒരു പോയിന്റ് ഇടുക. അതേപോലെ തന്നെ അതായത് ഈ പോയിന്റ് നേരെ ഈ സെൻറ്ററും ഈ പോയിന്റും വെച്ച് ഒരു ലൈൻ വരക്കുക. അതായത് നമ്മൾ നേരത്തെ ഈ പോയിന്റ് എടുക്കുന്ന 90 ഡിഗ്രി വെച്ച് ഒരു ലൈൻ വെച്ചിട്ടില്ലേ, ആ ലൈനിൻ്റെ ഈ അറ്റത്തൊരു പോയിന്റ് ഇടുക. അങ്ങനെ എല്ലാ ഭാഗത്തും പോയിന്റ് ഇട്ടതിന് ശേഷം നമുക്ക് അതെല്ലാം ഒരു തരത്തിൽ ജോയിൻ ചെയ്യണം. ഞാൻ പറയാം. ഓക്കെ, ഞാനിവിടെ പോയിന്റ് ഓരോന്നിൻ്റെയും പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ടത് ഈ പോയിന്റും യോജിപ്പിച്ചെടുക്കണം. അതായത് ഈ കോണിൻ്റെ മേലെ കൂടെ പോകരുത്. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ വരച്ചെടുക്കണം. അതായത് ഈ പോയിന്റിൽ സ്കെയിൽ വെച്ചിട്ട് അവിടെയും വരച്ച് നിർത്തി ഇവിടെയും വരക്കണം. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എല്ലാ ഭാഗത്തും വരച്ചെടുക്കണം. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാറിൻ്റെ പിന്നിലൊരു പെൻഡഗൺ നിൽക്കുന്ന പോലെ നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പെൻഡഗണിലുള്ള പരിപാടി. പുറത്ത് ചെറിയൊരു പരിപാടിയും കൂടെ വരുന്നുണ്ട്. പുറത്ത് പരിപാടി വരുന്നത് നമ്മളൊന്നും ചെയ്യില്ല. 1-2 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഒരു സർക്കിളിൽ പാർട്ട് ഇങ്ങനെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ കോർണറിലും വരക്കണം. 1-2 സെൻറ്റിമീറ്റർ എടുക്കാം. അപ്പോൾ അതും കൂടെ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോമെട്രിക് സാധ്യത അവസാനിച്ചിരിക്കുന്നു. നമ്മളുടെ കളറിങ് പരിപാടിയാണ് നമുക്ക് കാണാം. ഇതിൻ്റെ കളറിങ് പരിപാടി ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ജോമെട്രിക് സാധ്യത ഇങ്ങനെ വരയ്ക്കുന്നതാണ്. ഇനി നമുക്ക് ഇത് സ്കെച്ച് കൊണ്ടോ അതോ CD മാർക്കർ കൊണ്ടോ ഒക്കെ നമുക്ക് വരക്കണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കളർ കൊടുക്കാനുണ്ട്. കളറിങ്ങിൻ്റെ കോമ്പിനേഷനിലൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഈ കളറിങ് വീഡിയോ വരുന്നവരെ ബൈ.